വില്ലന്മാരുടെ കയ്യിൽ നിന്നും കോഡി റോഡ്സിനെ രക്ഷിച്ചുകൊണ്ട് റാൻഡി ഓർട്ടൺ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ സ്മാക്ഡൗണിൽ പോൾ ഹേമാൻ റിംഗിലേക്ക് വരികയുണ്ടായി. ഹേമാൻ വന്നുകൊണ്ട് സെത്ത് റോളിൻസിനെ കുറിച്ചും റോമൻ റെയ്ൻസിനെ കുറിച്ചും ബ്രോൺ ബ്രേക്കറിനെ കുറിച്ചും ബ്രോക്ക് ലെസ്നർ തിരിച്ചു വന്നതിന്റെ കാരണങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ പറയുകയുണ്ടായി. അപ്പോൾ തന്നെ കോഡി റോഡ്സ് റിംഗിലേക്ക് വന്നുകൊണ്ട് ഹേമാനോട് ബ്രോക്ക് ലെസ്നറെ കുറിച്ച് ചോദിച്ചു. ഹേമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്രോക്ക് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഡേഞ്ചറിൽ തന്നെയാണ് എന്ന്. എന്നിട്ടും ബ്രോക്കിനെ കുറിച്ച് പറയാൻ നിൽക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡും റിംഗിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കോഡി റോഡ്സ് എന്തായാലും തന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് തന്റെ കോട്ടെല്ലാം തന്നെ ഊരി വെച്ചുകൊണ്ട് തല്ലാൻ വേണ്ടി റെഡിയായി നിന്നു. അങ്ങനെ കോഡി റോഡ്സ് ബ്രോൺസൺ റീഡിനെയും ബ്രോൺ ബ്രേക്കറെയും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ആക്രമിക്കുകയുണ്ടായി. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡും കൂടി കോഡിയെ അടിച്ച് ശരിപ്പെടുത്തി. അപ്പോൾ എല്ലാവരും ജെ ഉസോക്ക് വേണ്ടിയിട്ട് ഈറ്റ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് മറ്റൊരു വ്യക്തിയായിരുന്നു. ദി വൈപ്പർ റാൻഡി ഓർട്ടൺ ആയിരുന്നു അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. റാൻഡിയുടെ മ്യൂസിക് കേട്ടതും ഫാൻസും മുഴുവൻ കയ്യടിയുടെ ബഹളമായിരുന്നു. റാൻഡി വന്ന് ബ്രോൺസൺ റീഡിനിട്ട് ഒരു ആർക്കെയോ കൊടുത്തു. എന്നിട്ട് ടൈറ്റിൽ പിടിച്ചുകൊണ്ട് കോഡിയുടെ കൂടെ നിൽക്കുകയുണ്ടായി. എന്തായാലും സർവൈവർ സീരീസിലേക്ക് ഇവരുടെ ടീം മാച്ച് നമുക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ 100% ഉറപ്പ് പറയുന്നു.